ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദർശൻ വേദയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അയാൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ ദർശനോട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. പത്മത്തോട് ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോഴേക്കും ദർശൻ പറയുന്നുണ്ട് ഒന്നും വേണ്ട എന്നുള്ള കാര്യം. അതിനുശേഷം എന്താ വേഗം പറയൂ, വന്ന കാര്യം. ഞാൻ അല്പം ബിസിയാണെന്ന് പറയാണ്. അപ്പൊ ദർശൻ പറയുന്നുണ്ട് അങ്കിളും അറിഞ്ഞിരിക്കുമല്ലോ, വിക്രത്തിന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന്റെ പിന്നില് വാസവനാണെങ്കിൽ ആ വീടിന്റെ പുറകിലെ സ്ഥലം കൃഷി സ്ഥലമാണ്. ആ വീടും അതേ സർവേ നമ്പറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അതും കൃഷിയുടെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇടിച്ചു നിർത്തുമെന്നൊക്കെയാണ് വാസവൻ പറയുന്നത്. സഹകരണ ബാങ്കിന് ജപ്തി നടത്താം, അത് കൃഷിയുടെ ആയതുകൊണ്ട് തന്നെ വാസവന് വേണമെങ്കിൽ കേസിന് പോവാം. ബാക്കി കാര്യമൊക്കെ നിശ്ചയിക്കേണ്ടത് കോടതിയല്ലേ എന്ന് ശങ്കരൻ ദർശനോട് പറയുന്നു. രാഷ്ട്രീയക്കാരല്ലേ അങ്കിൾ, അവർക്ക് കേസ് കൊടുക്കുന്നതിന് മുൻപേ ചെയ്യേണ്ടതൊക്കെ ചെയ്യാലോ എന്നങ്ങ് പറയുമ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് അതിനുവേണ്ടി അവർ കേസ് ഫയൽ ചെയ്യണം, അതൊക്കെ പിന്നെ നടക്കേണ്ട കാര്യങ്ങളല്ലേ അങ്കിൾ. അതിനു മുൻപേ ഈ ജപ്തി ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാലോ എന്ന് ചോദിക്കാട്ടോ. ഒരു സ്റ്റേ വാങ്ങിയാൽ തൽക്കാല പ്രശ്നം തീരുമല്ലോ. സ്റ്റേ വാങ്ങുന്നതൊക്കെ അവരുടെ തീരുമാനമല്ലേ എന്ന് ശങ്കരൻ ചോദിക്കുമ്പോൾ അങ്കിളിനെ കൊണ്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കണേ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞാൽ അതാവും നന്നാവുക എന്ന് പറയുമ്പോഴേക്കും ശങ്കരൻ പറയുന്നുണ്ട് ദർശൻ, എന്റെ പൊസിഷൻ എന്താണെന്ന് തനിക്കറിയാലോ. മുന്നിൽ വരുന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കാനേ എനിക്ക് അധികാരമുള്ളൂ. നാട്ടിലെ മുഴുവൻ നടക്കുന്ന കേസുകളും കണ്ട് അതിനൊക്കെ പരിഹാരം കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. വേദ എന്നെ വിളിച്ചിരുന്നു അങ്കിൾ എന്നങ്ങ് ദർശൻ പറയുമ്പോൾ ഞാൻ ഇടപെടണം എന്ന് അവൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്കിളിനെ കണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് സഹായിക്കാൻ പറ്റും, പക്ഷെ ആ വീട് ജപ്തി ചെയ്ത് ലേലത്തിൽ വെക്കുമ്പോൾ പണം കൊടുത്ത് തിരികെ വാങ്ങിക്കൊടുക്കുക, അതെനിക്ക് കഴിയാൻ പറ്റും. പക്ഷേ ആ ആവശ്യം സുധാകരൻ മാഷ് എന്നെ വന്ന് കണ്ട് പറയേണ്ടതുണ്ട്. അതെന്റെ മോളും മരുമോനും താമസിക്കുന്ന വീടായിട്ടല്ല, അയാൾ ഒരു അഭിമാനമുള്ള മാഷായതുകൊണ്ടാ. അല്ലാതെ ഇതിനൊരു പരിഹാരം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാണ്. ദർശന് വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കട്ടെ എന്ന് ചോദിക്കാണ്. ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ അങ്ങ് പോവാട്ടോ. അങ്ങനെ ദർശൻ പോകുന്ന വഴിയെ വേദയെ വിളിക്കാണ്. അപ്പൊ വേദ അച്ഛനെ കണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാണ്. ദർശൻ പറയുന്നുണ്ട് അതിന് സുധാകര മാഷ് തന്നെ വിചാരിക്കണം, അദ്ദേഹം അങ്കിളിനെ ചെന്ന് കണ്ട് ആ കാര്യം പറയണം എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട് ദർശൻ വന്നൊന്ന് അച്ഛനെ കാണണം, ഈ കാര്യം ഒന്ന് സംസാരിക്കണം. എന്തായാലും അച്ഛനോട് ഞാൻ പറയില്ല, വീട് പോയാൽ പോലും അഭിമാനം അടിയറവ് വെക്കേണ്ട കാര്യമൊന്നും സുധാകര മാഷ്ക്ക് വന്നിട്ടില്ല എന്ന് പറയാനിട്ട് വേദ.